ഹലോ, വെൽക്കം ടു ജെന്യൂസ് ഗാർഡൻ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ അച്ചീമിനിസ് ചെടിയെക്കുറിച്ചാണ് കേട്ടോ. അച്ചീമിനിസ് എന്നും മക്കീമിനിസ് എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതേ നമ്മുടെ അച്ചീമിനിസിൻ്റെ പൂക്കളാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു 4 ഷെയ്ഡ് ഡബിൾ പെറ്റലും പിന്നെ 1-2 സിംഗിൾ പെറ്റലും അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. എനിക്ക് ഒത്തിരി വെറൈറ്റീസ് ഒന്നും അച്ചീമിനിസിനില്ല. കഴിഞ്ഞ സീസണിൽ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കുറവാണ്. ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നതുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതിപ്പോൾ എനിക്ക് ഫ്ലവർ ആയതാണ്. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. വൈറ്റ് കളറിൻ്റെ മൾട്ടി പെറ്റലാണ്. ഇതിൻ്റെ തന്നെ സിംഗിളും ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള സിംഗിൾ പെറ്റലിൻ്റെ പൂവുള്ളതും ഉണ്ട്. എന്താ പറയുക, നമ്മുടെ ഒരു മഴക്കാലം തുടങ്ങുമ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു സീസൺ വരുന്നത്. നമുക്ക് ഈ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ തൊട്ട് സീഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുളപ്പിച്ച് തുടങ്ങാം. സീഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഫ്ലവറെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം ആ ചട്ടി നമ്മൾ മാറ്റി വെച്ചാൽ മതി. ആ ചട്ടി നമ്മൾ തട്ടിക്കളയാതെ മാറ്റി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ വരുമ്പോൾ, അതായത് ഓഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ വെള്ളം കൊടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അതിൽ നിന്ന് തന്നെ മുളച്ച് വന്നോളും കേട്ടോ. ഇതേ നമുക്ക് ഇങ്ങനെ മുളച്ച് കിട്ടിയ ചെടികളാണ് ഇത്. അല്ലാതെ നമ്മൾ സീഡ്സ് ഒന്നും പാകിയതല്ല. ചട്ടി എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ സീസൺ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ടൈം അറിയാമല്ലോ, ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ വീണ്ടും ആ ചട്ടികളിലേക്ക് നമ്മൾ വെള്ളം കൊടുത്താൽ മതി. അന്നേരം ഇതുപോലെ ഇങ്ങനെ മുളച്ച് വരും കേട്ടോ. ഇതുപോലെ മുളച്ച് വന്ന ഈ തൈകളില്ലേ, ഈ തൈകളാണ് കേട്ടോ നമ്മൾ മാറ്റി നടാനുള്ളത്. ഇതുപോലെ നല്ല വേര് വന്ന തൈകൾ നമുക്ക് ജിഫി ബാഗിൽ മാറ്റി നടാം. സെയിലിനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ വേര് വന്ന തൈകൾ ജിഫി ബാഗിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ നമുക്കൊരു 2 വീക്സിനകത്ത് തന്നെ ജിഫിയുടെ പുറത്തേക്ക് റൂട്ടുകൾ വരും കേട്ടോ. പിന്നെ നമ്മൾ തീരെ റൂട്ടില്ലാത്ത ചെടികളൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ, 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ അടിയിലേക്ക് നമുക്ക് വേരുകൾ കാണാൻ പറ്റുക. നമ്മൾ സെയിൽ ചെയ്യുമ്പം എന്താ പറയുക, കുറച്ച് റൂട്ടൊക്കെ വെളിയിലേക്ക് വന്ന ചെടികൾ സെയിൽ ചെയ്യുവാണെങ്കിൽ കിട്ടുന്നവർക്കും കൂടി അത് ഉപകാരമായിരിക്കും കേട്ടോ. ഞാൻ 1-2 വീഡിയോസൊക്കെ ഇടയ്ക്ക് കണ്ടിരുന്നു, ഇങ്ങനെ റൂട്ടില്ലാത്ത ചെടികളാണ് വരുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ വെച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അതിന് മുമ്പ് തന്നെ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വേരുകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ചട്ടിയിൽ നടും കേട്ടോ. ചട്ടിയിൽ നടുമ്പം നമ്മൾ ഈ ചട്ടിയുടെ ആ ഒരു എൻഡ് പോർഷനില്ലേ, എൻഡിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വിട്ടിട്ട് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നടുന്നത്. ഇങ്ങനെ നട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അവിടുന്ന് ഒരുപാട് തൈകൾ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ആ എൻഡിലേക്ക് നടുമ്പോൾ ഇതിൻ്റെ ആ എൻഡ് പോർഷനിൽ നിന്ന് ഒത്തിരി തൈകൾ ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടേ. കണ്ടില്ലേ. പക്ഷേ ആ മധ്യഭാഗത്താണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ കുറേ കാലതാമസം വരുന്നുണ്ട് അവിടുന്ന് കുറേ തൈകൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് നട്ട് നോക്കൂ കേട്ടോ. അന്നേരം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനിതിനെടുക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ മണ്ണ്, പിന്നെ കൊക്കോപ്പീറ്റ് എന്ന് പറയുമ്പം നല്ല ട്രീറ്റ് ചെയ്തതാണെങ്കിൽ കൊക്കോപ്പീറ്റ് എടുക്കാം. അതല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് തന്നെ എടുക്കണം കേട്ടോ. ചകിരി കമ്പോസ്റ്റ്, കുറച്ച് പെർലൈറ്റ് ഞാനിതിൽ ആഡ് ചെയ്യുവേ. പിന്നെ ചാണകപ്പൊടി ഇടാറുണ്ട്. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ ചേർന്ന ഒരു മിക്സിലാണ് ഞാനിത് നടുന്നത്. നമുക്ക് നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് ഒരുപാട് തൈകൾ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ മുളയ്ക്കും കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഒരൊറ്റ നമ്മളിത് വെച്ചതാണ്, ഒരൊറ്റ കമ്പല്ല, ഒരു തൈ വെച്ചതാണ് കേട്ടോ. ഇതുപോലെ ഒത്തിരി ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു 3 ബ്രാഞ്ച് 4 ബ്രാഞ്ചായിട്ടൊക്കെ കയറി വരും കേട്ടോ. ആ നടുക്ക് ഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് നുള്ളിക്കൊടുത്താൽ മതി. അപ്പോഴേക്കും ഒത്തിരി ബ്രാഞ്ചുകൾ കയറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടിപ്പുകൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി ഇങ്ങനെ നിറഞ്ഞ് ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടും. നമ്മൾ ഒരൊറ്റ തൈ മതി. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഓഗസ്റ്റിലൊക്കെ നമുക്കൊരു കുഞ്ഞ് തൈ കിട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് ഈ സീസണിൽ തന്നെ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ സെയിൽ ചെയ്യാം. കാരണം 2 മാസം 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ തൈകളെടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ തൈകളാക്കി ഈ സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ 2 ആഴ്ച കൂടുമ്പോഴേക്ക് NPK ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്ര പോർഷൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും ഇങ്ങനെ ബ്രാഞ്ചുകൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു വൈറ്റ്. കണ്ടില്ലേ,
നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ ഇതിന്. ഇതും ഇതിൻ്റെ ഡബിൾ പെറ്റലും നല്ല ഭംഗിയാണ്. വൈറ്റിനകത്തൊരു കുഞ്ഞ് എന്താ പറയുക, ഒരു കുഞ്ഞ് വയലറ്റ് പോലെ ഇങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ ഒരെണ്ണം ഇതാണ്, സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഇത് ഇങ്ങനെ 2 കളറ്. ഇതൊക്കെയാണ് നമുക്ക് സിംഗിൾ പെറ്റലിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ തൈകൾ ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ, ഇപ്പോൾ തീരെ സമയമില്ല, അതുകൊണ്ട് തൈകളൊന്നും ആക്കിയിട്ടില്ല. തൈകളൊക്കെ ആക്കി നമുക്ക് ഉടനെ സെയിലിന് വെക്കാം കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ സീഡ്സിന് ഓർഡർ തന്നവരില്ലേ, അവർക്ക് നമ്മൾ സാറ്റർഡേ അയക്കും കേട്ടോ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഡിലേ വന്നത്. സാറ്റർഡേ നമ്മൾ മാക്സിമം എല്ലാവർക്കും അയക്കുന്നതാണ് കേട്ടോ. അയക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്കൊരു മെസ്സേജ് വരും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ലിപ്പ് നമ്മൾ ട്രാക്ക് ID ഇട്ട് തരുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് അയച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, സാറ്റർഡേ നമ്മൾ മാക്സിമം ഡിസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെന്താ വേറെ, എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ് എവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് പങ്കെടുക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, താങ്ക്